നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രെയിറ്റ് വയറിനേക്കാൾ കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പും ഉണ്ട് അതിൻ്റെ, അല്ലെങ്കിൽ ഒരു സർക്കുലർ ലൂപ്പും ഉണ്ട്, അതിൻ്റെ ആക്സിസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയോ മക്കളെ, നമുക്ക് അത് തുടങ്ങാം. ഇതാണ് നമ്മളുടെ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് കാര്യം എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ ലൂപ്പിനെ ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പ്ലെയിനിലാണ് ഈ ലൂപ്പ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല കേട്ടോ, ഇത് സർക്കുലർ ലൂപ്പാണ്. അതിനെ ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കവിടെ നോക്കേണ്ട വേറെ ചില കാര്യങ്ങൾ. നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സം ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആവാം, എത്ര ഡിസ്റ്റൻസിൽ, ഇതാണല്ലോ അതിൻ്റെ സെൻറ്ററായിട്ട് വരിക. സെൻറ്ററിൽ നിന്നുള്ള അത്രയും ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് 6 ആയിട്ട് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ, ഇതാണ് സെൻറ്റർ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് √r² പ്ലസ് x² എന്ന് വരും, √r². അപ്പോൾ ആ ഡിസ്റ്റൻസും ആയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ദിസ് ആംഗിൾ ബി ആൽഫ ആൻഡ് ദിസ് ആംഗിൾ ഓൾസോ ബി ആൽഫ. കാര്യങ്ങളൊക്കെ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. കറണ്ട് ഈസ് ഫ്ലോയിങ് ആസ് ഐ. അതങ്ങനെ പോയി ഇതിലൂടെ അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു മൊത്തം സർക്കുലർ വയർ കൊണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതിനകത്തായിട്ട് ഒരു ചെറിയ ലെങ്ത് എലമെൻ്റ് എടുക്കുന്നു. ഇവിടെ ഒരു ചെറിയ ലെങ്ത് എലമെൻറ്റ്, അതിൻ്റെ ലെങ്ത്ത് വരുന്നത് DL. അതായത് സർക്കുലർ ലൂപ്പിൽ നിന്ന്, ഇപ്പോൾ ഇതാണ് നമ്മളുടെ സർക്കുലർ ലൂപ്പെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ ലെങ്ത് എലമെൻ്റ് എടുത്തു എന്ന് മക്കളെ, വളരെ ചെറിയൊരു ഭാഗം DL എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് DL എന്ന് പറയുന്നൊരു പോർഷൻ എടുത്തു. അപ്പോൾ DL ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ലൂപ്പ്. നിങ്ങൾക്കതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ XYZ പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ XYZ പ്ലെയിൻ ആണെങ്കിൽ ഇവിടെയാണ് ലൂപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്ലെയിനിലാണ് ലൂപ്പ് വെച്ചിരിക്കുന്നത്, XYZ ഇതിലാണ് ഞാൻ ലൂപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന DL എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിലൊരു ചെറിയ ലെങ്ത് എലമെൻ്റാണ്. അപ്പോൾ DL ഇരിക്കുന്നത് എവിടെയാണ്, YZ പ്ലെയിനിലാണ് DL ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ പൊസിഷൻ വെക്ടർ R ഇരിക്കുന്ന ഏത് പ്ലെയിനിലാണ്, പൊസിഷൻ വെക്ടർ R നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ത് പ്ലെയിനിലായിരിക്കും, ഈ പ്ലെയിൻ ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, XY പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് DB ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെയാണ്, അതായത് IDLൻ്റെയും പിന്നെ ആറിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് എഴുതുകയെന്ന് പറഞ്ഞു. ഇവിടെ DL ഇരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്, ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കത് മാറ്റി കുറച്ച് ദൂരക്കായിട്ട് വരയ്ക്കാം. അതായത് നമ്മുടെ 3 പ്ലെയിൻസ് XY, YZ ആൻഡ് XZ, XY ആൻഡ് Z. നമ്മൾ ഈ കാണുന്ന സർക്കുലർ ലൂപ്പിനെ ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഈ പ്ലെയിനിലാണ് ഞാൻ ഇതിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലെ ഒരു ചെറിയ ലെങ്ത് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് DL. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഈ X എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. ആരായിട്ട് പറയുന്നത്, ഇതിനിപ്പോൾ നമുക്ക് ലെറ്റ് ദിസ് ബി സ്മോൾ ലെറ്റർ R എന്ന് വിചാരിക്കാം. ഇതാണ് സ്മോൾ ലെറ്റർ R പൊസിഷൻ വെക്ടർ. അപ്പോൾ പൊസിഷൻ വെക്ടർ ഇരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്, XY പ്ലെയിനിലാണ് പൊസിഷൻ വെക്ടർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ DL എന്ന് പറയുന്ന ലെങ്ത് എലമെൻ്റ് ഇരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്, YZ പ്ലെയിനിലാണ് ആരിയിരിക്കുന്നത്, ഈ പറയുന്ന ലെങ്ത് എലമെൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പല്ലേ മക്കളെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, IDLൻ്റെയും ആറിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ടാണ്. IDL ഇരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്,
DL ഇരിക്കുന്നത് YZ പ്ലെയിനിലും R ഇരിക്കുന്നത് XY പ്ലെയിനിലുമാണ് ഇരിക്കുന്നത്. സോ ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ രണ്ട് പ്ലെയിനുകളായിട്ടുണ്ട്, XY ആയിട്ടുണ്ട്, YZ ആയിട്ടുണ്ട്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി അലോങ് ഏത് പ്ലെയിൻ ആയിരിക്കും? ഈ പറയുന്ന XZ പ്ലെയിനിലാണ് ആരുണ്ടായിരിക്കുക? നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. ഇത് ഡിറ്റർമിൻ ചെയ്താൽ തന്നെ നമ്മളുടെ പകുതി കൺഫ്യൂഷൻ അവിടെ പോകും. പിന്നെ രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ രണ്ട് വെക്ടറുകൾക്കും ആര് പെർപെൻഡിക്കുലർ ആയിരിക്കണം? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരികയാണ്. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ DL എന്ന് പറയുന്നത് ഇവിടെ ഇത് മുകളിൽ എടുത്തിരിക്കുന്ന ചെറിയ സെഗ്മെൻറ്റ് ഇതുപോലെ, ഇതാണ് നമ്മുടെ DL. ഈ ചെറിയ DL കൊണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും ഏത് പ്ലെയിനിലായിരിക്കും? XZ പ്ലെയിനിലായിരിക്കും. അതായത് നമ്മൾ ഈ കാണുന്ന XZ പ്ലെയിനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ കാണുന്ന XZ പ്ലെയിനിൽ, ഇതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? DB എന്ന് വിളിക്കാം. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മുകളിലൊരു DL ഇല്ലേ മക്കളെ? മുകളിലൊരു DL ഉള്ള പോലെ തന്നെ എനിക്ക് താഴെയും ഒരു DL വിചാരിച്ചൂടെ? അപ്പോൾ ആ DL കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങനെ നേരെ താഴേക്കായിരിക്കും, DB. അപ്പോൾ മുകളിലൊരു ലെങ്ത് എലമെൻറ്റ് വിചാരിക്കുന്നു, താഴെ ഒരു ലെങ്ത് എലമെൻറ്റ് വിചാരിക്കുന്നു. ആ ലെങ്ത് എലമെൻറ്റ് കൊണ്ട് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് DB. DBയുടെ ഡയറക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് പേരുടെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ടാണ്. DL വരുന്നത് YZ പ്ലെയിനിലും ഈ പറയുന്ന R വരുന്നത് XY പ്ലെയിനിലുമാണ്. സോ DL ക്രോസ് R ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. സോ YZ-നെയും XY-നെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദ ടു വെക്ടേഴ്സ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഓഫ് ദം. അപ്പോൾ YZ-നും XY-ക്കും പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? XZ പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ XZ പ്ലെയിൻ. അപ്പോൾ ഈ വയർ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? ഒരെണ്ണം നേരെ ഇങ്ങോട്ടും ഒരെണ്ണം നേരെ ഉള്ളിലേക്കും. സോ അതായത് ഈ DB എന്ന് പറയുന്നത് ഉള്ളിലേക്കും ഈ DB എന്ന് പറയുന്നത് നേരെ പുറത്തേക്കും, XZ പ്ലെയിനിൽ പുറത്തേക്കും. പറയുന്ന ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് DL ഞാൻ വെറുതെ എടുത്തു എന്ന് മാത്രം. മുകളിലൊരു DL ഉണ്ടെങ്കിൽ താഴെയും ഒരു DL ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് കാണേണ്ട കാര്യം, ഈ DB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ രണ്ടായിട്ട് വെക്ടർ റെസൊല്യൂഷൻ നടത്തുകയാണ്. ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ മക്കളെ ഇത് 90 മൈനസ് ആൽഫ അല്ലേ? ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് ആൽഫ. ഇത് 90 മൈനസ് ആൽഫ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായാലും ആൽഫ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ആൽഫയാണെന്നുണ്ടെങ്കിൽ ദിസ് കമ്പോണൻറ്റ് വിൽ ബി DB കോസ് ആൽഫ. സിമിലർലി ദിസ് കമ്പോണൻറ്റ് വിൽ ബി DB കോസ് ആൽഫ. അപ്പോൾ DB കോസ് ആൽഫ ക്യാൻസൽ ആയിപ്പോയി. സോ ഇവിടെ നമുക്ക് ബാക്കി നിൽക്കുന്ന ആരാണ്? ഇവിടെ ഇതുകൊണ്ടൊരു DB സൈൻ ആൽഫ വരുന്നുണ്ട്. ഈ താഴെയുള്ളത് കൊണ്ട് എഗെയിൻ ഒരു DB സൈൻ ആൽഫ വരുന്നുണ്ട്. അപ്പോൾ DL എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ DL കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് DB ആണെങ്കിലും അതിൻ്റെ അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് അതായത് DB കോസ് ആൽഫ ക്യാൻസൽ ആയി പോകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ അവിടെ ഈ DL എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സൈൻ കമ്പോണൻറ്റ് മാത്രമേ പെർമനൻ്റ് ആയി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാറായിട്ടോ. ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ DB എടുക്കണം. ഇൻ്റഗ്രൽ DB എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇൻ്റഗ്രൽ DB? ഇൻ്റഗ്രൽ DB ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DB സൈൻ ആൽഫ മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സൈൻ ആൽഫേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ DBക്ക് പകരം ഇങ്ങനെ എടുത്താൽ മതി നിങ്ങൾ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് പകരം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DB സൈൻ ആൽഫ. കാരണം ഇവിടെ സൈൻ കമ്പോണൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതെന്തുകൊണ്ടാണെന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇനി DB എന്ന് പറഞ്ഞാൽ എന്താണ്? താഴത്തേക്ക് നോക്കാം നമുക്ക്. നോക്കിക്കോളൂ. DB എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾ. DB ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R² എന്ന് വരും ആസ് പെർ ദ ബയറ്റ്സ് ഔട്ട്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് എലമെൻറ്റ് ആൻഡ് ദ പൊസിഷൻ വെക്ടർ. IDLും ആറും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾ. കറണ്ട് എലമെൻറ്റ് ഇരിക്കുന്നത് YZ പ്ലെയിനിലാണ്. പൊസിഷൻ വെക്ടർ നമ്മൾ വരച്ചിരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്? XY പ്ലെയിനിലാണ്. XY പ്ലെയിനും YZ പ്ലെയിനും പെർപെൻഡിക്കുലർ അല്ലേ? ഇതാണ് XY പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് XY പ്ലെയിൻ, റൈറ്റ് ഹാൻഡാണ് YZ പ്ലെയിൻ. XY പ്ലെയിനും YZ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1. So we can write as DB is equal to μ0 I
dl divided by 4 pi r square. ഈ r എന്താണെന്നുള്ള കാര്യം മക്കൾ ഓർമ്മിച്ചോളൂ. r is equal to root of r square plus x square ആണ്. ക്യാപിറ്റൽ R is the radius of the circular loop. ഇനി നമ്മളുടെ ഡെറിവേഷനിലേക്ക് വരാം. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് dB. ഓക്കെ, dBയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ dBയുടെ വാല്യൂ ഇനി നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ see what will be getting. So this is equal to integral dB is mu 0 I dl divided by 4 pi r square into dBയുടെ വാല്യൂ ആയി sin alpha value that we can find out from this triangle. Sin alpha is equal to capital R divided by small r. അപ്പോൾ capital R by small r ആണെന്നുണ്ടെങ്കിൽ this is into capital R divided by small r. So that is equal to mu 0 I r divided by 4 pi r cube into ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് വരും. സോ ഈ ഇൻ്റഗ്രൽ ഡി എല്ലിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് മീൻ ബൈ ദ ഇൻ്റഗ്രൽ ഡി എൽ? ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ നമ്മുടെ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. വി ആർ ആക്ച്വലി ഫൈൻഡിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സ്മോൾ ലെങ്ത് എലമെൻറ്റ്. So if you find the total magnetic field of the circular loop, you have to integrate the dl. dl integrate ചെയ്താൽ എന്താ കിട്ടുക? The total length of the circle ആണ് കിട്ടുക. അതായത് you have to integrate from 0 to 2 pi r. നമ്മൾ ആകെ ഇത്ര സെഗ്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫുൾ സർക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഫുൾ സർക്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ നോക്കിക്കോളൂ. ദിസ് ഇസ് mu 0 I r divided by 4 pi r cube into integral dl means the perimeter of the circle or total length of the circular loop, that is 2 pi r. 2 pi and 4 pi will cancel, so we get the magnetic field at that point is equal to mu 0 I r into r becomes r square divided by ഇവിടെ ഒരു 2r small r cube മാത്രമല്ലേ മക്കളെ ബാക്കി ഉണ്ടാവുള്ളൂ. So this is the expression. So നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് this is mu 0 I r square divided by 2 into r cube എന്ന് വരുമ്പോൾ we have the value of r. താഴെ മുകളിലേക്ക് പോയാൽ നമുക്ക് കിട്ടും r is equal to root of r square plus x square ആണ്. അപ്പോൾ നമുക്കവിടെ r ക്യൂബിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ that will be root of r square plus x square the whole cube എന്ന് വരും. And we came to the end of the equation. mu 0 I r square divided by 2 into r square plus x square the whole power 3 by 2. This represents the magnetic field due to a circular current carrying loop at a distance of x on the axis. അതിൻ്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ടുള്ള ഒരു വാരിയേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വാരിയേഷൻ നോക്കുന്നതിന് മുമ്പ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആറിലാണ്. സപ്പോസ് അറ്റ് ദ സെൻറ്റർ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വരും നോക്കിക്കോളൂ. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ്? അതിന് സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് ഈ എക്സിന് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് എക്സിന് ഇത്ര വാല്യൂ വന്നത്. അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കുറഞ്ഞു വന്ന് അറ്റ് ദ സെൻറ്റർ എക്സ് വിൽ ബിക്കം ഈക്വൽ ടു 0. അപ്പോൾ അറ്റ് ദ സെൻറ്റർ വി ക്യാൻ റൈറ്റ് ആസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരുന്നത് നോക്കൂ. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 0, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർ സ്ക്വയർ the whole power 3 by 2. So square and 2 and this 2 will be cancelling. So finally നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? mu 0 I r square divided by ഇവിടെ താഴത്ത് നിൽക്കുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ വിൽ ക്യാൻസൽ. സോ ബാക്കി വരുന്നത് 2 into r cube. So we have to simplify it as mu 0 I divided by 2r. So at the center of the magnetic current carrying circular wire the magnetic field will be mu 0 I divided by 2r. ഇത് ഐ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്. സോ അറ്റ് ദ സെൻറ്റർ ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് ആൻഡ് അറ്റ് ദ സെൻറ്റർ ഇറ്റ് വിൽ ബി മാക്സിമം. ഇപ്പോൾ സെൻറ്ററിലേക്ക് എത്തും തോറും, ഇപ്പോൾ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിലേക്ക് എത്തും തോറും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് അറ്റ് ദ സെൻറ്റർ ഇറ്റ് വിൽ ബി മാക്സിമം. സെൻറ്ററിൽ നിന്ന് അറ്റ് ദ സെൻറ്റർ, ഇപ്പോൾ ഇതാണ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ആയിട്ട് വിചാരിക്കുക, ഇത് രണ്ട് സൈഡിലേക്കും. സോ അറ്റ് ദ സെൻറ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഹാവിങ് ദ മാക്സിമം വാല്യൂ mu 0 I divided by
2r ആയിരിക്കും. സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാലും, ഇപ്പോൾ ഈ സൈഡിലേക്ക് പോയാലും ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഡിക്രീസിങ് ആസ് പെർ ദിസ് ഇക്വേഷൻ റൂട്ട് ഓഫ് r square plus x square whole power 3/2. സോ ദ ഗ്രാഫ് വിൽ ബി കമ്മിങ് ലൈക്ക് ദിസ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിലും നമുക്ക് കിട്ടുന്നത് പരാബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സർക്കുലർ വയർ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് ഏത് സൈഡിലേക്ക് പോയാലും മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെൻറ്റർ ഇറ്റ് വിൽ ബി മാക്സിമം വിച്ച് ഇസ് ഈക്വൽ ടു μ0I/2r. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. μ0I/2r എന്ന് പറഞ്ഞ ഇക്വേഷൻ അറ്റ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തവണ കൂടെ റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മളപ്പോൾ ഒരു സർക്കുലർ ലൂപ്പ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നോക്കേണ്ടത് റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്. അത് എല്ലാ സിറ്റുവേഷനിലും റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് IDL ക്രോസ് R. ഇവിടെ നമുക്കറിയാം IDL ഇരിക്കുന്നത് YZ പ്ലെയിനിലും R ഇരിക്കുന്നത്, അതായത് പൊസിഷൻ വെക്ടർ ഇരിക്കുന്നത് XY പ്ലെയിനിലുമാണ്. അപ്പോൾ YZ-നെയും XY-നെയും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏത് പ്ലെയിനായിരിക്കും? ഈ DB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന XZ പ്ലെയിനിലായിരിക്കും. അപ്പോൾ മുകളിലൊരു DL ഉണ്ട്, താഴെ ഒരു DL ഉണ്ട്. അപ്പോൾ ഒരു DL കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിനുള്ളിലേക്കും ഒരു DL കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിന് പുറത്തേക്കും, ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പുറത്തേക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും ആയിരിക്കും. അതിനെയാണ് ഞാൻ ഈ DB ആയിട്ടും ഈ DB ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമ്മൾ DBയുടെ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ് കമ്പോണൻറ്റുകൾ പരസ്പരം എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഓൺലി ദ സൈൻ കമ്പോണൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഡ്യൂ ടു DL. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? DBനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? ഫോർ ദ ഹോൾ സർക്കിൾ ആയതുകൊണ്ട് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to 2πr. ഇതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to 2πr. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ട് എഴുതുന്ന സമയത്ത് ഇത് ആവശ്യമാണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to 2πr ആണെന്ന് ഒന്ന് എഴുതി വെച്ചാൽ നല്ലത്. ഇപ്പോൾ എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഒരു സർക്കിൾ ആണെങ്കിൽ മൊത്തം ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ, അത്ര മാത്രം ആലോചിച്ചാൽ മതി. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു പെരിമീറ്റർ ആൻഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πr². അത് മാത്രം ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിസ് ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് അറ്റ് ദ സെൻറ്റർ ആണെങ്കിൽ നമ്മൾ x ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. x ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ആൻസർ, അതായത് μ0I/2r. അപ്പോൾ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2r ആൻഡ് ഫ്രം ദ സെൻറ്റർ ഇറ്റ് വിൽ ബി ഡിക്രീസിങ്. ആ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്നത്. സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. മെയിൻ ഡെറിവേഷൻ ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ചും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ബോർഡിന് ചോദിക്കാറുണ്ട്, CBSEക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡെറിവേഷൻ ആസ് വെൽ ആസ് ദ ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ എല്ലാ കേസുകളും, സ്പെഷ്യൽ കേസുകൾ കുറേ എണ്ണം ഉണ്ട്. കഴിഞ്ഞ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറിൽ പറഞ്ഞ പോലെ അതും പറഞ്ഞതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ കേസുകളിലേക്ക് പോവാം. സ്പെഷ്യൽ കേസ് ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യൽ കേസും അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ കേസുകളും കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ദ ജനറൽ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ഡിറൈവ്ഡ് ഈസ് ഗിവൺ ഹിയർ. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് അറ്റ് സെൻറ്ററിൽ എത്രയായിരുന്നു? x ഈക്വൽ ടു 0 കൊടുക്കണം. x ഈക്വൽ ടു 0 കൊടുത്താൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0I/2r എന്ന് കിട്ടും. കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ. പിന്നെ സപ്പോസ് നമ്മളെടുത്തിരിക്കുന്ന ഇപ്പോൾ r എന്താണെന്നറിയാം, റേഡിയസ് ഓഫ് ദ ലൂപ്പാണ്. x എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ടു ദ ഗിവൺ പോയിൻറ്റ്. സപ്പോസ് നമ്മളെടുത്തിരിക്കുന്ന ലൂപ്പ് ഇതാണ്. ഇപ്പോൾ നമ്മളുടെ ലൂപ്പ് എന്ന് വിചാരിച്ചു, സർക്കുലർ ലൂപ്പ്. ഇതതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഇപ്പോൾ നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വളരെ അകലെ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിച്ചു മക്കളെ. അതായത് ദിസ് ഈസ് ദ വാല്യൂ ഓഫ് x. ഇത്രയും ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇൻ ദിസ് കേസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് വെരി 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 ലെസ് ദാൻ
ദ ഗിവൺ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്തെടുക്കേണ്ട കാര്യമില്ല, ഈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എക്സ് ഈസ് വെരി ലാർജ്, സോ എക്സ് സ്ക്വയർ വിൽ ബി ഹ്യൂജ്. അതിൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ആർ സ്ക്വയറിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെടുത്ത് കളയരുത് കേട്ടോ, അത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടൈമാണ്. അടിയിൽ കൊടുത്തിരിക്കുന്ന ആർ സ്ക്വയർ ആഡ് ചെയ്യാതെ നമുക്ക് അതിനെ എന്ത് ചെയ്ത് കളയാം, നെഗ്ലക്ട് ചെയ്ത് കളയാം. അതായത് നമ്മളിപ്പോൾ ഒരു കോടിയുടെ കൂടെ 0.5 ആഡ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന പോലെ. അപ്പോൾ ഈ സിറ്റുവേഷനിലാണെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരും, ഇതല്ല ഇപ്പോൾ നമ്മുടെ ആർ വരുന്നത്. അപ്പോൾ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു, ഇൻ ദിസ് കേസ് വെയർ ദ റേഡിയസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഗിവൺ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ഇത് √r² + x² നമ്മൾ എന്ത് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ, ഈ ആർ സ്ക്വയറിനെ കളയാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് എത്രയാണ്, μ0 I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആരെ വേണ്ട, ആർ സ്ക്വയറിന് വേണ്ട. ആർ സ്ക്വയറിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി വരുന്ന ആരാണ്, x² ഹോൾ പവർ 3/2. 2 വിൽ ക്യാൻസൽ. സോ ബാക്കി നിൽക്കുന്ന ആരാണ്, x³ ആണ്. μ0 I r² ഡിവൈഡഡ് ബൈ x³. ഇത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ്. ഒന്നാമത്തെ നമ്മൾ ഇതിനെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിനെ രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് ആയിട്ട് വിചാരിക്കാം. ഇനി ഇതിൽ നമുക്ക് എടുക്കാവുന്ന വേറെ ടേം എന്താണ്, മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാവുന്നത്, ഇതിപ്പോൾ ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ, ഒരു സിംഗിൾ സർക്കുലർ ലൂപ്പേ ഉള്ളൂ. സപ്പോസ് ഇതേപോലത്തെ കുറേ ലൂപ്പ് ഉണ്ടെങ്കിലോ, അതായത് ഇങ്ങനൊരു ലൂപ്പ്, ഇതിൽ തന്നെ കുറേ വൈൻഡിങ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. there are n number of windings. Suppose if there are n number of windings, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എഴുതേണ്ടി വരും, ഫോർ n ടേൺസ് ഉണ്ടെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി μ0 ഈ IR² എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ടേൺ ആണെങ്കിലാണ് IR². n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NIR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഹോൾ പവർ 3/2 എന്ന് വരും. ഇത് ബാക്കി എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യട്ടോ മക്കളെ, അത് ശ്രദ്ധിക്കണം. ഇവിടെ സെൻട്രലാണെങ്കിൽ μ0 I/2R എന്നതിന് പകരം μ0 NI/2R നമ്മൾ മാറ്റേണ്ടി വരും. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ μ0 NIR² ഡിവൈഡഡ് ബൈ 2x³ പ്രൊവൈഡർ ദർ ആർ n നമ്പർ ഓഫ് ടേൺസ് ഇൻസൈഡ് ദ സർക്കുലർ ലൂപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെന്താണ് പറയാനുള്ളത് നോക്കിക്കോളൂ. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു. ഇനി അവിടെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങളവിടെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലും ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ഫോർ എനി മാഗ്നറ്റ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് NIA, where n represents m equal to NIA. ഓർമ്മിച്ചോളൂ, where m represents the number of turns, I is the current flowing and A represents the area of the loop. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ടു NIA എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു NIA എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. സോ ദാറ്റ് മീൻസ് the magnetic field due to the circular loop having n number of turns is equal to μ0 NIR² divided by 2 into r² plus x² the whole power 3/2. മക്കളെ, ഞാനിതിലൊരു ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. അതായത് ഞാനിവിടെ ഒരു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂ. അപ്പോൾ ശരിക്കും ഇതാരായി, പൈ r² എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, B ഈക്വൽ ടു μ0, n അവിടെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല, I അവിടെ ഉണ്ട്. ഈ പൈ r² പകരം എന്ത് എഴുതിയാൽ മതി, ഏരിയ എന്ന് എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു r² പ്ലസ് x² ഹോൾ പവർ 3/2 എന്ന് നമുക്ക് എഴുതാം. ഇത് മൂന്നാമത്തെ കേസാണ്. മൂന്നല്ലല്ലോ, നാലാമത്തെ കേസല്ലേ വരും. അത് 1, 2, 3 നാലാമത്തെ കേസാണ്. ഇതൊക്കെ നോട്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. അപ്പോൾ അവിടെ നൗ കമ്മിങ് ബാക്ക് ടു ദ കേസ് ദാറ്റ് വി ആർ ഡിസ്കസിങ്. സോ ദിസ് NIA എന്താണെന്ന് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു. ദിസ് NIA ക്യാൻ ബി റിട്ടൺ ആസ് μ0 NIA is the magnetic moment divided by 2π into r² plus x² the whole power 3/2I, where m represents the magnetic moment. സോ ഞാൻ അവിടെ എഴുതാം. ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. അപ്പോൾ ബിക്ക് പകരം നമുക്ക് എന്തായിട്ട് എഴുതാം, μ0. ഇവിടെ ഒരു 2π ഉണ്ട്. ഞാൻ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്
ഒരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. സോ അതെന്തായിട്ട് മാറി? μ0/4π. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മാഗ്നറ്റിക് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ആ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ ബാക്കി ആരാ വരുന്നത്? 2m ഡിവൈഡഡ് ബൈ r² പ്ലസ് x² ഹോൾ പവർ 3/2 എന്ന് കിട്ടും. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂവിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫ് ആർ ഇസ് വെരി 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 ലെസ് ദാൻ എക്സ്, സോ r² ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ യു ഗെറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ x³ എന്ന് എഴുതിയാൽ മതി. ഇത് എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മക്കളെ? ഇത് നമ്മുടെ സർക്കുലർ ലൂപ്പ്. ഈ സർക്കുലർ ലൂപ്പിൽ ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഡിറൈവ് ചെയ്ത ഈ പോയിന്റിൽ. ഇവിടെ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്ത കേസ്? r എക്സിനേക്കാൾ വളരെ ചെറുതാണ്. അപ്പോൾ μ0/4π ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ x³ വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ഇത് ആ സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിയൽ ലൈനാണ്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡാണ്? ആക്സിസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡാണ്. ഫോർ എവറി മാഗ്നറ്റ്, നിങ്ങളിത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ഇഫ് ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വേറ്റർ വിൽ ബി b' ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു m/x³ ആക്സിസിൽ 2m/x³ ആക്സിസിലുണ്ടെങ്കിൽ ഇക്വേറ്ററിലെ ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ പകുതിയായിരിക്കും. ദാറ്റ് വിൽ ബി m/x³ ഓൺ ദ ഇക്വേറ്റർ. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ, ഈ ആക്സിസിന് അലോങ് ആയിട്ട് എവിടെ നിങ്ങൾ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ വാല്യൂ എത്രയാണ്? 2m/x³ ആണ്. അതേസമയം ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ലൈനിന് അലോങ് ആയിട്ട് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് b/2 ആയിരിക്കും. ഫീൽഡ് ഓൺ ദ ആക്സിസ് ഈസ് ഓൾവേസ് ഡബിൾ ദ ഫീൽഡ് ഓൺ ദ ഇക്വേറ്റർ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ് കാണേണ്ടത്. ആ ചാപ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് ആ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. ആക്സിയൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ദ ഇക്വറ്റോറിയൽ ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വേറ്റർ എന്നുള്ള കാര്യം മാത്രം. ഞാനിപ്പോൾ ഈ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞതുകൊണ്ട്, ഇത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് കിട്ടിയതാണ് നമുക്ക്, ഇത് പറഞ്ഞതുകൊണ്ട് സപ്ലിമെൻ്ററി ആയിട്ട് ഇതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നേരെ പകുതിയായിരിക്കും ഇക്വേറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചില സ്പെഷ്യൽ കേസുകളാണ്. ആദ്യത്തെ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ഇനീഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് കണ്ട് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ വളരെ അകലെ, റേഡിയസ് ഓഫ് ദ സർക്കിളിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എങ്കിൽ അപ്പോൾ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടു. മൂന്നാമത്തെ കാര്യം, ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ് വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ്, അത് കണ്ടു. നാലാമത്തെ ഒരു പുതിയ കൺസെപ്റ്റാണ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റിലേക്കൊക്കെ നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. ബട്ട് ഈ സർക്കുലർ ലൂപ്പിൽ അത് വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് NIA. മാഗ്നറ്റിക് മൊമെൻറ്റ് പറഞ്ഞപ്പോൾ NIA ആണ് മാഗ്നറ്റിക് മൊമെൻ്റ് എങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയതായി ഈ ഇക്വേഷനെ ഒന്ന് ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. മേലേയും താഴെ ഒന്ന് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് μ0/4π ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ r² പ്ലസ് x² ഹോൾ പവർ 3/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിനൊന്ന് ചെറുതാക്കി, അതായത് ഇപ്പോൾ r എക്സിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ r² ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ അപ്രോക്സിമേഷൻ, നേരത്തെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസും മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വേറ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ ആക്സിസിൽ എത്രയാണോ ഫീൽഡ് ഉള്ളത് അതിൻ്റെ നേരെ പകുതിയായിരിക്കും ഇക്വേറ്ററിലുള്ള ഫീൽഡ്. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളൂ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സംഭവമല്ല. ടെക്സ്റ്റിലാകെ ആ ഫസ്റ്റ് ഡെറിവേഷൻ മാത്രം പറയുന്നു. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഇനി അവിടെ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ആ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരുന്നു മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് ഈക്വൽ ടു μ0, ഒരു നമ്പർ ഓഫ് ടേൺസ് മതി, ഒറ്റ ടേണേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. n നമ്പർ ആണെങ്കിലും വ്യത്യാസമൊന്നും വരില്ല. μ0 I ഡിവൈഡഡ് ബൈ 2r ആണ് സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണെങ്കിൽ, ഇങ്ങനെ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, I എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്,
ആൻഡ് പ്രൊവൈഡഡ് ഇറ്റ്സ് റേഡിയസ് ഇസ് ടേക്കൺ ആസ് ക്യാപിറ്റൽ ആർ. സോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ പറയുന്ന μ0I/2r എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ടോട്ടൽ സർക്കുലർ ലൂപ്പും ചേർന്നിട്ടാണ് ഈ μ0I/2r എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ദിസ് ഈസ് ക്രിയേറ്റഡ് ബൈ 2π റേഡിയൻ ആംഗിൾ. അതായത് ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന വയർ, ഈ ടോട്ടൽ കണ്ടക്ടിങ് വയർ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 2π റേഡിയൻ ആണ്. അതായത് 2π റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് μ0I/2r. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ദ ഫീൽഡ് ക്രിയേറ്റഡ് ബൈ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2π അല്ലേ വരിക. ഇത് മൊത്തം വയറും ചേർന്ന് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് μ0I/2r. അതായത് ദ ലെങ്ത് ഓഫ് ദ വയർ വിച്ച് ക്രിയേറ്റ്സ് 360 ഡിഗ്രി, അതാണ് ഈ μ0I/2r എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഡിവൈഡഡ് ബൈ 2π അല്ലേ. 360 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന ഇത്ര, അപ്പോൾ ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 2π. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ ഒരു സർക്കുലർ ലൂപ്പുണ്ട്, ആ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് 6 ആണ്. ഈ സർക്കുലർ ലൂപ്പിൽ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതിലൂടെ കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ട് കേട്ടോ മക്കളെ. I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ കയ്യിലുണ്ട്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയ സെഗ്മെൻറ്റ് മാത്രമാണ്. ഇങ്ങനൊരു സെഗ്മെൻറ്റ് AB എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യാണ്. ദാറ്റ് AB മേക്സ് എൻ ആംഗിൾ ഓഫ് തീറ്റ അറ്റ് ദ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ A തൊട്ട് B വരെയുള്ള ഈ സെഗ്മെൻറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? മൊത്തം സർക്കിൾ നമുക്കറിയാം, മൊത്തം സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. അതായത് 360 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണിത്. അപ്പോൾ ഒരു റേഡിയൻ അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുന്നത് ശരിയല്ല, നമുക്ക് കാൽക്കുലേഷനിൽ നമ്മൾ എപ്പോഴും എന്തേ യൂസ് ചെയ്യാറുള്ളൂ? റേഡിയനെ യൂസ് ചെയ്യാറുള്ളൂ. സോ 2π റേഡിയൻ ക്രിയേറ്റ്സ് എൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് μ0I/2r. സോ 1 റേഡിയൻ ക്രിയേറ്റ്സ് എൻ ആംഗിൾ ഓഫ് ഡിവൈഡഡ് ബൈ 2π, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഡിവൈഡ് ബൈ 2π. ഇവിടെ റേഡിയൻ എത്രയാണ്? തീറ്റ റേഡിയൻ ആണ്. സോ അറ്റ് ദിസ് പോയിന്റ് വി ക്യാൻ സേ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ലെങ്ത് എലമെൻറ്റ് creates an angle of theta is equal to, ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? μ0I ഡിവൈഡഡ് ബൈ 2r അവിടെയുണ്ട് ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 2π അല്ലേ വരെ മക്കളെ. ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് μ0I/2r ഇൻറ്റു 2π. അപ്പോൾ തീറ്റ റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? μ0/μ0I ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. അതായത് നമ്മളതിനെ ഒന്ന് തിരുത്തി എഴുതി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 4πr ഇൻറ്റു തീറ്റ എന്ന് വരും. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ആർക്ക് ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു μ0I/4πr ഇൻറ്റു തീറ്റ. അതായത് നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സർക്കിൾ സെൻട്രൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2r ആണ്. അപ്പോൾ 2π ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണിത്. സോ ഒരു റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I ഡിവൈഡഡ് ബൈ 2r ഹോൾ ഡിവൈഡഡ് ബൈ 2π. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ തീറ്റ റേഡിയൻ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൾട്ടിപ്ലൈ ബൈ തീറ്റ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി μ0I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു തീറ്റ എന്ന് വരും. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നൊരു കാര്യമാണ്, ശ്രദ്ധിച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ആർക്ക് ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സർക്കുലർ ലൂപ്പിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്പെഷ്യൽ കേസുകൾ. ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളും കൂടെ കാണാം. ഓക്കെ.